വേനൽ ചൂട് തുടങ്ങിയപ്പോഴേക്കും കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായി കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിലെ കുടുംബങ്ങൾ. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശത്ത് കുടിവെള്ള വിതരണം യഥാവിധം നടക്കാത്തതാണ് ദുരിതത്തിന് കാരണമാവുന്നത്. 2 മാസത്തിലധികമായി കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 10-ാം വാർഡ് ആനപ്പായ, കളക്കുന്നത്ത്, കുന്നനാത്ത് പ്രദേശങ്ങളിലാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ആനപ്പായ പ്രദേശത്ത് 70ഓളം കുടുംബങ്ങളും കളക്കുന്നത്ത്, കുന്നനാത്ത് പ്രദേശങ്ങളിൽ 50ഓളം കുടുംബങ്ങളുമാണ് കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട കണക്ഷൻ എല്ലാ വീടുകളിലേക്കും ഉണ്ടെങ്കിലും കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലാത്തതിനാലാണ് ഈ പ്രദേശത്തുള്ളവർ ദുരിതം പേറേണ്ടി വരുന്നത്. മുൻപ് ഇതേ കണക്ഷനിൽ തന്നെ വെള്ളം കൃത്യമായി ലഭിച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് വെള്ളം തീരെ ലഭിക്കാത്ത സ്ഥിതിയിലേക്ക് മാറുകയായിരുന്നു. നെല്ലായ, കുലുക്കല്ലൂർ പഞ്ചായത്തുകളിലേക്ക് മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം സ്ഥാപിച്ച ടാങ്കിൽ നിന്നാണ് വെള്ളം നൽകുന്നത്. ഇതിന് കൃത്യമായ മേൽനോട്ടമോ ക്രമീകരണങ്ങളോ കൊണ്ടുവരാത്തതാണ് ഇപ്പോൾ നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന് കാരണം. ചില ദിവസങ്ങളിൽ രാത്രി ഏറെ വൈകി പൈപ്പിൽ വെള്ളം വരാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഈ 10-ാം വാർഡിൽ, കുലുക്കല്ലൂർ 10-ാം വാർഡിൽ ഇവിടെ വെള്ളം വരുന്നതിന് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ വരുന്നത്. ഇപ്പോൾ 2 മാസമായിട്ട് ഇതുവരെ വെള്ളം തന്നെ ഇവിടെ വന്നിട്ടില്ല. സംഭവം എന്താ വെച്ചെങ്കിൽ നമുക്ക് വരുന്നതാണെങ്കിൽ രാത്രി 2 മണിക്ക്. ഇവിടെ ഇപ്പോൾ ഈ 2 മണിക്ക് വരുന്ന നോക്കി നമുക്ക് ഇവിടെ ആൾക്കാർക്ക് ഉറങ്ങൊന്നും വേണ്ടേ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വെച്ചെങ്കിൽ കറക്റ്റ് വിടുന്നത് ഒരു വട്ടോ 2 വട്ടോ, അത് നമുക്ക് ആളുകൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം നിങ്ങളിത് വെള്ളം വിടാൻ. ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങളിത് പേരിന് വേണ്ടിയിട്ട് വിട്ടിട്ട് കാര്യമില്ല. ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു തുള്ളി വെള്ളം 2 മാസമായിട്ട് ഒരു തുള്ളി വെള്ളം ഇവിടെ വന്നിട്ടില്ല എന്നിട്ട് ഇവിടെ ഇത്രയും ആൾക്കാർ കൂടിക്കണതന്നെ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിത് കാര്യമായിട്ട് തന്നെ നിങ്ങൾ മുകളിലോട്ട് എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുള്ള വീടുകളുണ്ട്. അവരെങ്ങനെ ഈ വെള്ളം പിടിക്കാൻ ഇറങ്ങുക? നായക്കളുടെ ശല്യം വേറെ, കള്ളന്മാരെ ശല്യം ഉണ്ടെങ്കിൽ അത് വേറെ, പന്നികളുടെ ശല്യം വേറെ. വീട്ടുകാർക്ക് ആവശ്യത്തിനാണ് വെള്ളം. അത് കറക്റ്റ് ടൈമിൽ, പകൽ ടൈമിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വരുന്ന ലെവലിൽ ഇത് വേണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ പ്രതിഷേധം. ഇത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ കൂടുതൽ പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കറക്റ്റായിട്ട് എല്ലാവർക്കും വെള്ളം കിട്ടണം. കുടിവെള്ളം ആവശ്യത്തിനാണ്. രാത്രി വിട്ടിട്ട് ആർക്കും ഒരു ഉപകാരമില്ല. നമുക്ക് ആദ്യം മുതൽ ചിലപ്പം കുടിവെള്ളം നമുക്ക് കുറച്ച് ഭേദമുണ്ടായിരുന്നു. പിന്നെ അതിന് 2 മാസം 1 വർഷം കഴിഞ്ഞപ്പോൾ രാത്രിയായി വരൽ തുടങ്ങി. ഇപ്പോൾ 2 മാസമായി നമുക്ക് തീരെ വെള്ളം കിട്ടാത്തതിനായി. ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ രാത്രി 12 മണിക്ക് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക്, സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടാണ് രാത്രി 12 മണിക്കൊക്കെ നീച്ചിട്ട് അത് പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അതൊരു ബന്ധപ്പെട്ട അധികാരികൾ ആരാണെങ്കിൽ വാട്ടർ അതോറിറ്റിയോ പഞ്ചായത്ത് പകലാക്കി തന്നിട്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി ചെയ്തു തരണമെന്ന് അത്രേ പറയാറുള്ളൂ. എന്നാൽ പാതിരാത്രി വെള്ളം പിടിച്ചു വെക്കാനുള്ള അസൗകര്യം മൂലം കുടിവെള്ളം മുട്ടിയ അവസ്ഥയിലാണ് ഈ പ്രദേശത്തുള്ളവർ. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കൃത്യമായി ഈ ഭാഗത്തേക്ക് വെള്ളം ലഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ലഭിക്കുന്ന വെള്ളം കൃത്യമായി പിടിച്ചു വെക്കാൻ പറ്റുന്ന സമയത്തെങ്കിലും വെള്ളം നൽകണമെന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് നോമ്പായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. നോമ്പിന് ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ആവശ്യത്തിന് ഞങ്ങൾക്ക് രാത്രി ഇരിക്കാനും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. രാത്രി ഞങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് പിന്നെ അത്താഴത്തിന് നീക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇതിനിങ്ങനെ നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ഒരു പകല് സമയങ്ങളിൽ വിട്ടു തരിക. പിന്നെ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് പകൽ വേണം. ഈ വൈകുന്നേരം വരെ പണിക്ക് പോയിട്ടും പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അവർക്കൊന്നും വെള്ളം പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ തന്നെയാണ് പറയുന്നത്. അത്ര വരുന്നത് സ്പീഡിലും വരിക, 2 ദിവസമെങ്കിലും വരണം. ഞങ്ങൾക്ക് 2 മാസമായി വെള്ളം വന്നിട്ട്. അതിനെ ഇപ്പോൾ ബുദ്ധിമുട്ട് പറയാനുള്ളത്. ഇപ്പം അതൊക്കെ നേരെയാക്കി ഇപ്പോൾ അടിക്കൽ തുടങ്ങി. അപ്പോഴും വെള്ളം വരാൻ തുടങ്ങിയിട്ടില്ല. അതിനിപ്പോൾ എവിടെയൊക്കെ കേട് എന്താ ഒന്നും അറിയില്ല. ജപ്പം വെള്ളം വരാൻ ഇത് മാറിയിട്ട് 2 മാസം കഴിഞ്ഞു, പിന്നെ വന്നിട്ടില്ല. അതൊക്കെ തന്നെ ഇപ്പോൾ പറയാനുള്ളത്. എവിടെയും പോയി കൊണ്ടുവരാനും വയ്യ, എവിടെയും കൊണ്ടുവരാനും ഇല്ല. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. പരിഹാരം വേണ്ടതാണ്. അതിനിപ്പോൾ ആരോടാ പറയുന്നത്, എന്താ ചെയ്യുക ഒന്നും അറിയില്ലല്ലോ. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.